പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് റോജി. അതായത് ആർ ശ്രീലേഖ, അതായത് ശാസ്തമംഗലം വാർഡിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ആർ ശ്രീലേഖ പിന്നിലാണ് എന്നൊരു വാർത്ത നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ NDA തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ അവരുടെ ഒരു മേയർ കാൻഡിഡേറ്റ് ആകുന്ന ആർ ശ്രീലേഖ പിന്നിലാണ് എന്നൊരു വാർത്ത. ശാസ്തമംഗലം പൊതുവെ BJP അനുകൂല ഒരു വാർഡാണ് ശാസ്തമംഗലം, പക്ഷേ അവിടെ പിന്നിലാണ് എന്നൊരു വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നു. നമുക്കത് കൺക്ലൂസീവ് ആയിട്ടുള്ള ഇതല്ല. നമുക്ക് വീണ്ടും നോക്കാം. തൃശ്ശൂരിലേക്ക് വരികയാണ്. UDF മുന്നേറുന്നു. 13 സീറ്റിൽ UDF, ഒപ്പം തന്നെ NDA തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. LDF-ഉം ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷേ UDF തൃശ്ശൂരിൽ ബഹുദൂരം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. കണ്ണൂരിൽ LDF-നാണ് നിലവിൽ ലീഡ്. 2 സീറ്റിൽ LDF, UDF 1 സീറ്റിൽ. തിരുവനന്തപുരത്ത് 5-1-8 NDA ഇപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം കോർപ്പറേഷനിൽ LDF തന്നെ മുന്നിൽ നിൽക്കുന്നു. 13 സീറ്റിൽ LDF, 5 സീറ്റിൽ UDF. അത് കൗതുകരം എന്ന് പറയട്ടെ. NDA 3 സീറ്റുകളിലുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 3 സീറ്റുകളിലേക്ക് NDA അവരുടെ കുതിപ്പ് തുടങ്ങുകയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആളുകളെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാനമായും പഞ്ചായത്തുകളിലേക്കാണ്. അതായത് അവർ ആർക്ക് വോട്ട് ചെയ്ത് അവർ ജയിച്ചോ എന്നുള്ള വലിയ ഒരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. എന്തായാലും UDF, LDF, NDA എന്നീ 3 മുന്നണികളും ശക്തമായ പ്രചരണമൊക്കെ കാഴ്ചവെച്ചതിന് ശേഷമുള്ള കേരളം കാത്തിരുന്ന വലിയ ഒരു വിധി തന്നെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ ലീഡ് LDF-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. പാലക്കാടും ആരാണ്? പാലക്കാടും NDA തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് എറണാകുളത്തേക്ക് ഒന്ന് പോകാം. കാരണം എറണാകുളം UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റികളിലും മറ്റും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആലുവയിൽ UDF, ഒപ്പം തന്നെ ഏളൂർ മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ളവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. കളമശ്ശേരിയിൽ LDF, ഇപ്പോൾ ഈ പറയുന്നത് പോലെ കൂത്താട്ടുകുളത്ത് UDF, കൂത്താട്ടുകുളത്ത് അവസാന കാലഘട്ടത്തിൽ വലിയൊരു വിവാദം നടന്നതാണ് അല്ലേ റോജി? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായ അതാണ്. കോതമംഗലത്ത് ബലാബലം പോരാട്ടമാണ് നടക്കുന്നത്. മരടിൽ UDF ആണ്. മൂവാറ്റുപുഴയിൽ വീണ്ടും UDF 7 സീറ്റ്, LDF 5 സീറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.